ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കുക. അപ്പൊ അത് കേൾക്കണം, ജാഗ്രതയോടുകൂടെ അനുസരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം എന്താണെന്നുള്ളത് നമ്മൾ കേൾക്കണം, ഉപദേശം എന്താണെന്നുള്ളത് കേൾക്കണം. അവ പറയും അതൊക്കെ പഴയ നിയമത്തിൽ. അല്ല, പഴയ നിയമത്തിൽ ഇത്രയും സ്ട്രിക്റ്റ് ആണെങ്കിൽ പുതിയ നിയമത്തിൽ എത്രയധികം. അത് നമ്മൾ വരുന്നുണ്ട്, അത് ഞാൻ പറയാം. കാര്യം ഈ ദുരുപദേശക്കാർ കയറി എല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. പല കുഞ്ഞുങ്ങളും അവരുടെ ദുരുപദേശത്തിൽ വീണു പോയിരിക്കുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഒരു നട്ട്ഷെല്ല് പറയുകയാണ്. ഈ കൽപ്പനകളുടെ എല്ലാം കൂടെ ഒരു സംക്ഷിപ്ത രൂപം പറയുകയാണ്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നോക്ക്, കർത്താവ് പറയുകയാണ്, ഇതാണ് നമ്മൾ ഇസ്രായേലെ കേൾക്ക എന്ന് പറയുന്നത്. കേൾക്ക, ക്ഷേമ എന്ന് പറയുന്ന വാക്ക് അവര് എല്ലാ ദിവസവും പറയുന്ന ക്ഷേമ, കേൾക്ക എന്നുള്ള അർത്ഥമാണ്. അതായത് എല്ലാ യഹൂദന്മാരും യഹൂദ കുട്ടികളും എല്ലാ ദിവസവും പറയുന്ന പ്രഖ്യാപനമാണ്, വിശ്വാസ പ്രഖ്യാപനമാണ് ഈ പറഞ്ഞ വാക്ക്. ഏത്? യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. അപ്പോൾ ക്ഷേമ പറയണം, ഉപദേശം അറിയണം എന്ന് തന്നെയല്ല, ആ ഉപദേശം നമ്മൾ നേരത്തെ ഇന്ന് ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ആദ്യത്തെ കാര്യമുണ്ടല്ലോ, ഒന്ന് അത് വായിച്ചാൽ മാത്രം പോലെ, ഇവിടെ വരണം, ഹൃദയത്തിലിരിക്കണം, അനുസരിക്കണം. അപ്പോൾ വചനം കേൾക്കണം, അതാണ് ക്ഷേമ എന്നാ തുടങ്ങുന്നത്. കേൾക്കണം, ഹൃദയത്തിലിരിക്കണം, അനുസരിക്കണം. അത് നമ്മുടെ ഭാഗത്ത് നിന്ന്. എന്നാൽ കേൾക്കുക, ഹൃദയത്തിലാക്കുക, അനുസരിക്കുക എന്നതിൻ്റെ കൂട്ടത്തിൽ അടുത്തത് വരുന്നു, ഉപദേശിക്കണം. അതുകൊണ്ട് കേട്ട് അനുസരിച്ച് പോയാൽ മാത്രം പോലെ, എന്ത് വേണം? ഉപദേശിക്കണം. അതാണ് അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇവിടെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. പക്ഷെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ച് ദം ഡിലിജന്റ്ലി, ജാഗ്രതയോടുകൂടെ പഠിപ്പിക്കണം. ആരെ പഠിപ്പിക്കണം? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഞാൻ എല്ലാ സ്ഥലത്തും എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ കാലയളവിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കണം. കുടുംബത്തിൽ. അതെങ്ങനെ? ഇന്ന് ഫാമിലി പ്രെയർ പോലും ഇല്ല. ഫാമിലി പ്രെയർ ഉള്ളത് തന്നെ കോട്ടുവായി വിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിള്ളേർ മൊബൈലിലും കുത്തിക്കൊണ്ടിരിക്കും. ഇതല്ല കുടുംബ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പനും അമ്മയും മക്കളും യേശുവും ഒരുമിച്ചുള്ള സമയമാണ്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, യേശു പറയുന്നത് കേൾക്കണം. യേശു പറയുന്നത് എങ്ങനെയാണ് കേൾക്കുന്നത്? അവൻ്റെ വചനം വായിച്ച് ധ്യാനിക്കുമ്പോഴാണ് അവൻ പറയുന്നത് കേൾക്കുന്നത്. അവന് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. നമ്മൾ ചുമ്മാ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് എണീറ്റ് പോയാൽ പോരാ. കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ കുടുംബ പ്രാർത്ഥനയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ദൈവവചനം വായിച്ച് ധ്യാനിച്ച് കുഞ്ഞുങ്ങൾക്ക് ജാഗ്രതയോടുകൂടെ ഉപദേശിച്ചു കൊടുക്കുക. അതിനാണ് കുടുംബ പ്രാർത്ഥന. അല്ലാതെ കുടുംബ പ്രാർത്ഥന ഒരു ഉഴപ്പി പ്രാർത്ഥന പ്രാർത്ഥിച്ചേച്ച് പോകാനല്ല. കുഞ്ഞുങ്ങളെ ഡിലിജൻ്റായിട്ട് ജാഗ്രതയോടുകൂടെ പഠിപ്പിക്കണം. ഞാൻ ഈ ഭാഗത്തെക്കുറിച്ചൊക്കെ വേറെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഉപദേശം പഠിപ്പിക്കാൻ ഭയങ്കര ഉത്സാഹം വേണം. അത് നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ പിള്ളേർ അങ്ങോട്ട് ഇറങ്ങുമ്പം വേറെ ദുരുപദേശക്കാരനും ലോകവും എല്ലാം നോക്കിയിരിക്കുക അവനെ വേറെ പഠിപ്പിക്കാൻ. അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൃത്യമായി ഉപദേശം പഠിക്കണം. എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ദുരുപദേശത്തിൽ പോകുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ദുരുപദേശത്തിൽ പോകുന്നതിന് ഉപദേശം അറിയാത്തത് കൊണ്ടാണ്. ഉപദേശം ഉണ്ടെങ്കിൽ എല്ലാ ദുരുപദേശം ഉണ്ടാകുള്ളൂ.
അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ദുരുപദേശക്കാരന് നമ്മുടെ കുഞ്ഞുങ്ങളെ വലയ്ക്കാൻ കഴിയുന്നു? ബിക്കോസ് വി ഡിഡ് നോട്ട് ടീച്ച് ദം diligently the doctrine of salvation, the doctrine of God, the doctrine of grace. അതൊക്കെ എന്താണ് ദൈവത്തിന്റെ വചനത്തിൽ പഠിപ്പിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ല. അങ്ങനെ പഠിപ്പിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദുരുപദേശത്തിൽ വീണു പോകത്തില്ല. അതുകൊണ്ട് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ സകല പ്രയത്നവും കഴിച്ചു. വിത്ത് ഓൾ diligence I wanted to write to you എന്ന് പറയുമ്പോൾ യൂദാ കഴിച്ച ആ സകല പ്രയത്നവും നമ്മുടെ ഭവനത്തിൽ കാണിക്കണം. നമ്മുടെ ഭവനത്തിൽ അത് ഉപദേശിച്ചു കൊടുക്കണം. സഭയിലും വേണം. സഭയിൽ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, സഭയിൽ വേണം. പക്ഷേ സഭയ്ക്ക് മുമ്പ് ഇത് വേണ്ടത് ദൈവത്തിൻ്റെ ഭവനത്തിനാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലാണ്. നോക്കുക, എല്ലാ രീതിയിലും നമ്മൾ എപ്പോഴും അതിനുവേണ്ടി പ്രബോധിപ്പിക്കണം. ഇപ്പൊ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ തിമോത്തിയോസിനോട് പോൾ പറയുന്നു, ഒത്തിരി ഉണ്ട്, 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ഘനത്തോടും സാവധാനതയോടും സ്വസ്ഥതമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ പ്രാർത്ഥനയുടെ കാര്യം പോലും പ്രബോധിപ്പിക്കണം. അപ്പൊ പ്രബോധനം വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അത് നമ്മളെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ആ സത്യത്തിന്റെ പരിജ്ഞാനം എല്ലാവർക്കും പ്രബോധിപ്പിക്കുന്ന പറയുമ്പോഴത്തേക്ക് താഴെ പറയുന്നത് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പൊ കൃത്യമായ ഒരു പ്രബോധന രീതി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. വളരെ കൃത്യമായിട്ട് ഒരു ഉപദേശത്തിന്റെ കാര്യം അപ്പോൾ സഭയിൽ വേണം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ എവിടെ വേണം? ഭവനത്തിൽ വേണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. തീത്തോസിന്റെ ലേഖനത്തിലും ആ ഭാഗത്തേക്ക് നമുക്ക് അടുത്ത സെഷനിൽ വരാം. 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ, വിരോധി നമ്മെ കൊണ്ടൊരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയായി കാണിക്കുക. അപ്പോൾ ജീവിതമുണ്ട്, ജീവിതത്തിൽ മാതൃക കാണിക്കണം. അടുത്ത വാക്യം, ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവൻ ആയിരിക്കുക. നോക്കുക, നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്രദറെ നന്നായിട്ടങ്ങ് ജീവിച്ചാൽ പോരായോ എന്ന്. ഈ ഉപദേശമൊക്കെ ഇത്രയും വലിയ നന്നായിട്ടങ്ങ് ജീവിച്ചാൽ പോലെ. അല്ല, നന്നായിട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ നമ്മളെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ആ ഉപദേശം, അതിനെക്കുറിച്ച് നമ്മൾ യൂദാ പറയുന്നത് ഒന്നാണ്, നമ്മളെ ഫലമേൽപ്പിച്ച് ആ ഉപദേശം നമ്മളെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ESV വേർഷൻ മാത്രം ഒന്ന് വായിച്ചിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് കയറാം. ഷോ യുവർ സെൽഫ്, Titus chapter 2 verse 7, show yourself in all respects a model of good deeds, and in your teaching show integrity and gravity. എന്ത് വേണം? ഇന്റഗ്രിറ്റി വേണം, ഗ്രാവിറ്റി വേണം. ഏതിനകത്ത്? ടീച്ചിങ്സിൽ. യു ഗെറ്റ് മീ? ഇന്റഗ്രിറ്റി വേണം. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ് ഇന്റഗ്രിറ്റി. ഈസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ പറയുന്നത് തന്നെയാണ് അവൻ്റെ പ്രവൃത്തി. അവൻ ഇന്നലെ പറഞ്ഞത് നാളെ മാറ്റി പറയത്തില്ല. അവൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടേ അത് പറയത്തുള്ളൂ, അല്ലെങ്കിൽ പറയത്തില്ല. സോ ഇന്റഗ്രിറ്റി, ഉപദേശത്തിൽ ഇന്റഗ്രിറ്റി വേണം. ഇന്റഗ്രിറ്റി വേണം. പോള് തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല, അതും ഇതും പഠിപ്പിക്കുന്നതല്ല. ഇന്റഗ്രിറ്റി, കൃത്യമായ ടീച്ചിങ്സ് നമുക്ക് വേണം. നമ്മുടെ സഭയിൽ കൃത്യമായ ടീച്ചിങ്സ് ഉണ്ടാകണം. ദൈവവചനത്തിന്റെ കൃത്യമായ അഭ്യസനം ഉണ്ടാകണം.
അത് വീട്ടിൽ പഠിപ്പിക്കണം, സഭയിലും പഠിപ്പിക്കണം. സഭയിൽ വരുമ്പോൾ അത് നമുക്കൊന്നുള്ള കൺഫർമേഷനാണ്. വീട്ടിലാണ് പഠിപ്പിക്കേണ്ടത്. സഭയിൽ വരുമ്പോൾ ഒന്നുള്ളൊരു കൺഫർമേഷൻ ഉണ്ടാകും. കാര്യം ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ തെറ്റുവല്ലതും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സഭയിൽ വരുമ്പോൾ പോൾ പറയാണ്, ടൈറ്റസിനോട് പറയാണ്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ടീച്ചിങ് വിത്ത് ഇന്റഗ്രിറ്റി ആൻഡ് ഗ്രാവിറ്റി. ഓർത്തോണം, പ്രസംഗിക്കുന്നത് അതും ഇതും പ്രസംഗിച്ച് പോകരുത്. പറയുന്ന കാര്യത്തെക്കുറിച്ച് നീ ഇന്റഗ്രിറ്റി സൂക്ഷിക്കണം. നാളെ മാറ്റി പറയാൻ പറ്റുന്നതല്ല. ഉപദേശം പറയുമ്പോൾ ഓരോ ദിവസവും മാറ്റി മാറ്റി പറയരുത്. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യയിൽ പറയുന്നത്, ഞങ്ങൾ പ്രസംഗിച്ചതിന് വിരോധമായി ഞങ്ങളോ സ്വർഗത്തിൽ നിന്നൊരു തോന്നണം. അപ്പം ചിലപ്പോൾ ഇന്നലെ പ്രസംഗിച്ചതിന് വിപരീതമായിട്ട് ഞാൻ തന്നെ വന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. സോ ഇന്റഗ്രിറ്റി, കീപ്പിംഗ് ഇന്റഗ്രിറ്റി ആൻഡ് ഗ്രാവിറ്റി വേണം. ഉപദേശങ്ങളിൽ ഗ്രാവിറ്റി വേണം. ഘനമുണ്ടായിരിക്കണം, കൃത്യതയുണ്ടായിരിക്കണം. വഴുകപ്പരുവത്തിൽ പ്രസംഗിക്കരുത്. പ്രസംഗിക്കുന്നത് ശക്തമായിട്ട് തന്നെ പ്രസംഗിക്കണം. ചിലപ്പോൾ ആളുകളോട് ഇയാളെന്തിനാ ഇങ്ങനെ കടിച്ചു കിളി പറയുന്നത്? പിന്നെ പറയുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഗ്രാവിറ്റി ഉണ്ടായിരിക്കണം. അല്ലാതെ അങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. ദൈവവചനം അൺകോംപ്രമൈസിങ് ആണ്, ഗ്രാവിറ്റി ഉണ്ട്, സ്ട്രോങ് ആയിരിക്കണം. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഇതാ, ഓരോരുത്തർ വന്നിട്ട് ചിലപ്പോൾ ചോദിക്കുന്നു, ബ്രദറെ അല്ലെങ്കിൽ പാസ്റ്ററെ ഇക്കാര്യത്തിൽ എന്താ പാസ്റ്ററെ അഭിപ്രായം? ഞാനായിട്ട് എന്തോ അഭിപ്രായം പറയാനാ ബ്രദറെ? അല്ല, അത് ശരിയാണോ തെറ്റാണോ? അതിപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ശരിയായിരിക്കും, പിന്നെ ചിലപ്പോൾ തെറ്റായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ എന്നൊക്കെ പറയുന്നതല്ല ദൈവവചനം. ദൈവവചനത്തിന് ഘനമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഗ്രാവിറ്റി സൂക്ഷിക്കണം. നിങ്ങൾ ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവരായിരിക്കുവാൻ പരിശ്രമിക്കുക. ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനം ആൻഡ് സൗണ്ട് സ്പീച്ച് ദാറ്റ് കനോട്ട് ബി സെൻഷേർഡ്. ഞാൻ പ്രസംഗിക്കുന്ന കാര്യങ്ങളെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയരുത്. അത് പ്രസംഗിക്കുന്നതിന് മുമ്പേ ഞാൻ ഉറപ്പാക്കണം, ഇത് ബിബ്ലിക്കലാണ്, ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ബൈബിൾ. അത് എനിക്ക് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ടാ ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനം, അതാണ് വാസ്തവത്തിൽ നമുക്കിന്ന് ആവശ്യം. സോ ദാറ്റ് an opponent may be put to shame, having nothing evil to say of us. അപ്പോൾ ഒന്ന്, ഉപദേശത്തിൽ നിർമ്മലത വേണം, ജീവിതത്തിൽ മാതൃക വേണം, ഉപദേശത്തിൽ നിർമ്മലത വേണം. അപ്പൊ വിരോധിക്ക് നമ്മളെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. ഉപദേശവും ജീവിതവും ഒരുപോലെ പോകണം. അതുകൊണ്ടാണ് പൗലോസ് തീമോഥെയോസിനോട് പറയുന്ന വാചകം, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. നിന്നെ സൂക്ഷിക്കണം, പക്ഷെ നിന്നെ സൂക്ഷിച്ചാൽ മാത്രം പോരാ, ഉപദേശത്തെയും സൂക്ഷിക്കണം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എന്നെ സൂക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഉപദേശം സൂക്ഷിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, ഞാൻ തെറ്റിപ്പോയാൽ ഞാനങ്ങ് നരകത്തിൽ പോകുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഉപദേശം തെറ്റിച്ചാൽ ഞാൻ അനേകരെ നരകത്തിൽ കൊണ്ടുപോവുകയാണ്. ഞാൻ തെറ്റരുത്, അത് വേറെ കാര്യം. അതുകൊണ്ട് പോൾ പറയുന്നത്, നിന്നെ തന്നെ സൂക്ഷിച്ചാൽ പോരാ, എന്തുകൂടെ വേണം? നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കണം. ചിലപ്പോൾ ആളുകൾ പറയും, ബ്രദറെ അങ്ങേരൊരു നല്ല മനുഷ്യനാ ബ്രദറെ, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുമെന്നുള്ളതേ ഉള്ളൂ. നല്ല മനുഷ്യനാ. നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നുള്ളതല്ല. വാട്ട് ഈസ് യുവർ ടീച്ചിങ്? നിന്നെ സൂക്ഷിക്കണം. ഇവൻ പ്രസംഗിക്കുന്നത് പോലാണോ ജീവിക്കുന്നതെന്ന് നോക്കണം. പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ പോകണ്ട. ഞാൻ പ്രസംഗിക്കുന്നത് പോലെയാണ് ജീവിക്കുന്നതെന്ന് തൻ്റെ അടുത്തോടെ പറയുന്നവന്റെ പ്രസംഗം കേട്ടാൽ മതി. അതുപോലെ ഉപദേശത്തിൽ ഗ്രാവിറ്റി, നിർമ്മലത. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. അടുത്ത സെഷനിലേക്ക് നമ്മൾ പോകുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും അങ്ങേ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ, യൂദായുടെ ലേഖനത്തിൽ പൊതുവുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ അവൻ സകല പ്രയത്നവും കഴിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ടീച്ചിങ്സ്, ഞങ്ങളുടെ ഡോക്ട്രിൻസ് അതെന്താണെന്ന് ഞങ്ങൾ നന്നായി അറിയുന്നതിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് തീവ്രതയോടുകൂടെ പഠിപ്പിക്കുന്നതിനും ഞങ്ങൾ സഹായിക്കണമേ.
സുവിശേഷത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ലജ്ജയില്ല. അത് വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. യെസ് ലോർഡ്. വ്യാജമരുന്ന് വിൽക്കാനല്ല ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്, ഞങ്ങൾക്കറിയാം. ഇത് എല്ലാവർക്കും അവൈലബിളാണ്, എന്നാൽ എല്ലാവർക്കും ഇന്നവിറ്റബിളുമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പവർഫുൾ. ഈ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.